പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ SS2 സീസൺസ് ആൻഡ് ടൈം എന്ന പാഠഭാഗം ക്വിസ് രൂപത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ലളിതമായി ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നു. വീഡിയോ പൂർണ്ണമായും കാണുക. ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. An elliptical orbit that the Earth revolves around the Sun is known as. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെ അറിയപ്പെടുന്നത്. ആൻസർ റവല്യൂഷൻ, പരിക്രമണം. നെക്സ്റ്റ്. The Earth maintains its tilt, that is an angle of 66.5 degree from the orbital plane and 23.5 degree from the vertical plane throughout its revolution. This is known as. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണതലത്തിൽ 66 ഡിഗ്രിയും ലംബതലത്തിൽ 23 ഡിഗ്രിയുമായ ചരിവ് പരിക്രമണ വേളയിലുടനീളം നിലനിർത്തി അറിയപ്പെടുന്നത്. ആൻസർ ദ പാരലലിസം ഓഫ് ദ എർത്ത്സ് ആക്സിസ്, അച്ചുതണ്ടിൻ്റെ സമാന്തരത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് പിക്ചർ ഷോസ്, ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. ആൻസർ ദ പാരലലിസം ഓഫ് ദ എർത്ത്സ് ആക്സിസ്, അച്ചുതണ്ടിൻ്റെ സമാന്തരത. Then the axis of the earth is tilted at an angle of dash from the orbital plane. പരിക്രമണ തലത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് ഡാഷ്. ആൻസർ 66.5 ഡിഗ്രി, 66.5 ഡിഗ്രി. നെക്സ്റ്റ്. The apparent movement of the sun due to the inclination of axis is the reason for the occurrence of dash. സൂര്യൻ്റെ അയനം എന്തിന് കാരണമാകുന്നു? ആൻസർ സീസൺസ്, ഋതുഭേദങ്ങൾ. നെക്സ്റ്റ്. ആസ് ദ പാരലലിസം ഈസ് മെയിൻറ്റൈൻഡ് സെയിം ത്രൂ ഔട്ട് ദ റവല്യൂഷൻ, ദ പൊസിഷൻ ഓഫ് ദ സൺ in relation to the earth varies apparently between Tropic of Cancer 23.5 degree north and Tropic of Capricorn 23.5 degree south. This is known as. അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും 23.5 ഡിഗ്രി വടക്ക്, ദക്ഷിണായന രേഖയ്ക്കും 23.5 ഡിഗ്രി തെക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ അറിയപ്പെടുന്നത്. ആൻസർ ദ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ, സൂര്യൻ്റെ അയനം. ദെൻ ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ ഡ്യൂറിങ് ദീസ് ഡേയ്സ് ഓൺ ബോത്ത് ദ ഹെമിസ്ഫിയേഴ്സ്. വിച്ച് ആർ ദ ഡേയ്സ്? രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കുന്ന ദിനങ്ങൾ. ആൻസർ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. മാർച്ച് 21, സെപ്റ്റംബർ 23. നെക്സ്റ്റ്. ദ അപ്പറൻറ്റ് പൊസിഷൻ ഓഫ് ദ സൺ ഡ്യൂറിങ് ദ എർത്ത്സ് റവല്യൂഷൻ വിൽ ബി ഓവർ ദ ഇക്വേറ്റർ ഓൺ മാർച്ച് 21 ആൻഡ് September 23. Hence, the length of day and night will be equal during these days on both the hemispheres. These days are called. പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് മുകളിലാകുന്നത് മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിനങ്ങളിലാണ്. ഈ രണ്ട് ദിനങ്ങളിലും പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും. അതിനെ അറിയപ്പെടുന്നത്. ആൻസർ ഇക്വിനോക്സിസ്, വിഷുവങ്ങൾ. ദെൻ വെയർ ഈസ് ദ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഫ്രം സെപ്റ്റംബർ 23 ടു ഡിസംബർ 22?
സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യൻ്റെ അയനം എങ്ങോട്ട്? ആൻസർ: ഫ്രം ദ ഇക്വറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക്. നെക്സ്റ്റ്, നെയിം ദ ഡിഫറൻറ്റ് സീസൺസ്. വ്യത്യസ്ത ഋതുക്കൾ ഏതെല്ലാം? ആൻസർ: സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിൻ്റർ. വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം. Then, which will be the season in the southern hemisphere when it is winter in the northern hemisphere? ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യം അനുഭവപ്പെടുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് കാലമായിരിക്കും? ആൻസർ: സമ്മർ, ഗ്രീഷ്മം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The southward apparent movement of the sun from Tropic of Cancer to Tropic of Capricorn is termed as. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ പറയുന്നത്? ആൻസർ: ദക്ഷിണായനം. നെക്സ്റ്റ്, the sun sets its northward apparent movement from Tropic of Capricorn 23.5 degrees south and it culminates on Tropic of Cancer 23.5 degrees north on 21st June. This northward apparent movement of the sun from Tropic of Capricorn to Tropic of Cancer is termed as. സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് ജൂൺ 21 എത്തുന്നു. ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ വിളിക്കുന്നത്? ആൻസർ: ഉത്തരായനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ വാസ് ദ ഓഥർ ഓഫ് ദ ഫേമസ് ട്രാവലേഗ് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ? പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം രചിച്ചത് ആര്? ആൻസർ: എസ് കെ പൊറ്റക്കാട്. Then, what is the angular distance of the earth? ഭൂമിയുടെ കോണളവ് എത്ര? ആൻസർ: 360 ഡിഗ്രി, 360 ഡിഗ്രി. Then, the time required to complete a 360 rotation is dash. 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ടത്? ആൻസർ: 24 hours, 24 മണിക്കൂർ. നെക്സ്റ്റ്, the earth rotates from dash to dash. ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിലേക്ക്? ആൻസർ: വെസ്റ്റ് ടു ഈസ്റ്റ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. Then, the time required for the earth to complete the rotation of 1 degree longitude is. 1 ഡിഗ്രി രേഖാംശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം? ആൻസർ: 4 minutes, 4 മിനിറ്റ്. Then, the time required for the rotation of 15 degree longitudinal area is. 15 ഡിഗ്രി രേഖാംശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം? ആൻസർ: 60 minutes, that is 1 hour. 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The local time at the prime meridian is known as ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ അറിയപ്പെടുന്നത്. ആൻസർ ദ ഗ്രീനിച്ച് മീൻ ടൈം. ഗ്രീനിച്ച് സമയം. Then, based on the Greenwich meridian, the world is divided into 24 zones, each with a time difference of 1 hour. These are known as ഗ്രീനിച്ച് രേഖ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായി ലോകത്തെ തിരിച്ചിരിക്കുന്നു. ഇതിനെ അറിയപ്പെടുന്നത് ആൻസർ ടൈം സോൺസ്. സമയ മേഖലകൾ. Then, each country in the world considers the longitude that passes almost through its middle as ഓരോ രാജ്യവും ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ പറയുന്നത് ആൻസർ ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. മാനക രേഖാംശ രേഖ. നെക്സ്റ്റ്, the longitudinal extent of India is from 68 degree east to 97 degree east. What is the standard meridian of India? പൂർവ്വരേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. ഏത് പൂർവ്വരേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത്? ആൻസർ 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ. Then, the imaginary line passes through 180 degree longitude is known as 180 ഡിഗ്രി സാങ്കല്പിക രേഖാംശ രേഖയെ അറിയപ്പെടുന്നത് ആൻസർ ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഗ്രീനിച്ച്? ഇന്ത്യയും ഗ്രീനിച്ചും തമ്മിലുള്ള രേഖാംശീയ അകലം എത്ര? ആൻസർ 82.5 ഡിഗ്രി. 82.5 ഡിഗ്രി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രീനിച്ച് ആൻഡ് ഇന്ത്യ? ഇന്ത്യയും ഗ്രീനിച്ചും തമ്മിലുള്ള സമയ വ്യത്യാസം. ആൻസർ 5.5 hours. 5.5 മണിക്കൂർ. ക്വിസ് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. ഇതിലെ ചോദ്യങ്ങൾ മിക്കവാറും ഉത്തരങ്ങളായി എഴുതേണ്ടി വരും. അതുകൊണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.